യോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ബ്രാൻഡ് ന്യൂ വീഡിയോ. സോ നമ്മളിവിടെ നോക്കാൻ വന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ യൂറോ USD എടുത്തിട്ടുണ്ടായിരുന്ന ഒരു CRT ട്രേഡിൻ്റെ ബ്രേക്ക് ഡൗൺ ആണ്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ടോപ്പ് ഡൗൺ അനലൈസ് ചെയ്ത ശേഷം എങ്ങനെയാണ് ആ ട്രേഡ് എടുത്തത് എന്ന് എന്ത് ചെയ്യാം, ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ടൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, നമ്മൾ യൂറോ USDൻ്റെ കേസിൽ നമ്മൾ ഓവറോൾ ഇവിടെ ഒരു ബുള്ളിഷ് രീതിയിലായിരുന്നു പ്രൈസ് വന്നിട്ടുണ്ട് ഏറ്റവും ലാസ്റ്റ്. ഓക്കെ, പ്രൈസ് മൂവ് ചെയ്തിട്ടുണ്ടായത്. ഓക്കെ, പക്ഷെ അതൊരു വലിയൊരു ബുള്ളിഷ് മൂവ്മെൻ്റ് അല്ല. പ്രീവിയസ്ലി ഉണ്ടായിരുന്ന ഒരു ഡൗൺ സൈഡ് മൂവ്മെൻറ്റിൻ്റെ ഒരു റീട്രേസ്മെൻറ്റ് ഫേസ് ആയിട്ടാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തത്. വെച്ചാൽ പ്രൈസ് ഓവറോൾ ഒരു ഡൗൺ ട്രെൻഡിലായിരുന്നു ഉണ്ടായത്. ഓക്കെ, ഈ ഒരു ഡൗൺ ട്രെൻഡ് ആക്ച്വലി നമുക്ക് വന്നിട്ടുണ്ടായത് പ്രീവിയസ്ലി ഉണ്ടായിരുന്ന ഒരു മന്ത്ലി സപ്ലൈ സോണിലും കൂടെയാണ് നമുക്ക് കാണാൻ കഴിയും. പ്രൈസ് ഇവിടെ ഉണ്ടായിട്ടുള്ള ഒരു പ്രീവിയസ് മന്ത്ലി സപ്ലൈ എന്നാണ് പ്രൈസ് ഈ ഒരു മൂവ്മെൻറ്റ് വന്നിട്ടുള്ളത്. ഓക്കെ, ശേഷം അവിടെ ഒരു റേഞ്ചിങ്ങിലായിരുന്നു പ്രൈസ് ഉണ്ടായിരുന്നത്. ഓക്കെ, ദെൻ വീക്ക്ലി ടൈം ഫ്രെയിമിൽ ജസ്റ്റ് നോക്കാം. വീക്ക്ലിയിൽ നമ്മൾ പ്രീവിയസ്ലി ഉണ്ടായിരുന്ന ഒരു പ്രീവിയസ് ലോ പ്രൈസ് ടേക്ക് ചെയ്തു. ഓക്കെ, ദെൻ അവിടെ നിന്ന് ഒരു ബുള്ളിഷായിട്ട് മൂവ് ചെയ്താണ്. ആൻഡ് നമുക്കിവിടെ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി കാണാൻ കഴിയും. ഇതൊന്നും കൂടി ക്ലിയർ ആയിട്ട് നമ്മൾ കാണുന്നത് ഡെയിലി ടൈം ഫ്രെയിമിലാണ് ആ ഒരു ലിക്വിഡിറ്റി. ഓക്കെ, സോ ആ ലിക്വിഡിറ്റി പ്രൈസ് അപ്രോച്ച് ചെയ്തതിൻ്റെ ശേഷം അവിടെ നിന്നാണ് ആക്ച്വലി നമ്മൾ എന്ത് ചെയ്തത്, ഒരു ഷോർട്ട് നോക്കിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ഇനി 4 hour ടൈം ഫ്രെയിമിലേക്ക് വരാം. ഓക്കെ, 4 hour ടൈം ഫ്രെയിമിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ക്ലിയർ ആയിട്ട് കാണാൻ കഴിയും ആ ഒരു ലിക്വിഡിറ്റി പ്രൈസ് ടാപ്പ് ചെയ്ത ശേഷം. ഓക്കെ, നമുക്ക് ഇവിടെ ക്ലിയർ ആയിട്ടുള്ള ഒരു CRT ക്യാൻഡിൽ അവിടെ ഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് കാണാൻ പറ്റും 4 hourൽ ഒരു CRT ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, CRT ഹൈ, CRT ലോ. ഓക്കെ, സോ നമ്മൾ സാധാരണ എക്സ്പെക്റ്റ് ചെയ്യാറ് എന്താണ്, CRT ഹൈ ടേക്ക് ചെയ്ത ശേഷം നമ്മൾ ഓൾറെഡി ഉള്ളത് കീ ലെവലിലാണ്. ഓക്കെ, കീ ലെവലിലാണ് ഈ ഒരു CRT ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ പിന്നെ അവിടെ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്താണ്, ഈ ഒരു ഹൈ ടേക്ക് ചെയ്ത ശേഷം പ്രൈസ് എന്ത് ചെയ്യാം, താഴോട്ടേക്ക് CRT ലോയിലേക്ക് ഒരു ഷോർട്ടാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, 1 hour ടൈം ഫ്രെയിമിലേക്ക് വരാം. ഓക്കെ, ഹവർലി ടൈം ഫ്രെയിമിലേക്ക് വരുന്ന സമയത്തും ഇവിടെ കാര്യങ്ങൾ സെയിം രീതിയിൽ തന്നെയാണുള്ളത്. ഓക്കെ, നമ്മളെ ഈ ഹവർലി CRTയും അതുപോലെ 4 hour CRT തമ്മിൽ ഒരു സ്ലൈറ്റ് ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇതായിരുന്നു ഹവർലി ലോ, അതുപോലെ ഇതായിരുന്നു 4 hour ലോ. വേറെ ഡിഫറൻസ് ഒന്നും തന്നെ ഇല്ല. ഓക്കെ, സോ സെയിം സെറ്റപ്പ്സ് തന്നെ ആയിരുന്നു ഇവിടെ നമുക്ക് ഫോം ചെയ്തിട്ടുണ്ടായത്. ഓക്കെ, അപ്പോൾ ഇത് ആക്ച്വലി നമുക്ക് 8 AM ക്യാൻഡിലും കൂടെയാണ് നമ്മൾ കാണാൻ പറ്റും. സാധാരണ നമ്മൾ 8 AM CR ട്രേഡ് ചെയ്യുന്ന സമയത്ത് കൺസിഡർ ചെയ്യാറുള്ള എങ്ങനെയാണ്, 8 AM ഹൈ ലോ മാർക്ക് ചെയ്യും. അപ്പോൾ വെരി സിമിലർ ആയിട്ട് തന്നെയാണ് നമുക്ക് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എക്സ്പെക്റ്റേഷൻ സെയിം ആണ്. 8 AM ഹൈ എടുത്ത ശേഷം കൺഫർമേഷൻ ആൻഡ് 8 AM ലോ, അതുപോലെ 4 hour CRT ലോ ടാർഗറ്റ്, ഇതായിരുന്നു നമ്മൾ എക്സ്പെക്റ്റേഷൻ. ഓക്കെ, സോ ഇനി നമുക്ക് 1 minute എന്ത് ചെയ്യാം, കൺഫർമേഷൻ നോക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് 8 AM ഹൈ ടേക്ക് ചെയ്ത ശേഷം നമുക്ക് എന്ത് ചെയ്യാം, 1 minute കൺഫർമേഷൻ നോക്കാം. ഓക്കെ, നമുക്ക് കാണാൻ പറ്റും പ്രൈസ് 8 AM ഹൈ എടുത്ത ശേഷം വീണ്ടും ഹയർ പ്രൈസിലേക്കാണ് മൂവ് ചെയ്തിട്ടുണ്ടായത്. നമുക്കവിടെ കാണാൻ പറ്റും പ്രൈസ് ഹയർ ഹൈ, ഹയർ ലോ, വീണ്ടും ഹയർ ഹൈ. ഓക്കെ, സോ നമ്മൾ ഏറ്റവും ലാസ്റ്റ് ബുള്ളിഷ് പ്രൈസ് ഡെലിവറിൻ്റെ താഴെ പ്രൈസ് ക്ലോസിങ് തന്നാലാണ് നമ്മളതിനെ ഒരു CAS ഡേറ്റ് എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യുക. ഓക്കെ, സോ ഇവിടെ ഏറ്റവും ലാസ്റ്റ് പ്രൈസ് മേലോട്ടേക്ക് ബ്രേക്ക് ചെയ്തത് നമുക്ക് ഇവിടെ ഒരു മാർക്ക് ചെയ്ത പ്രകാരം ഇതാണ്, ഈ ഒരു ലോന്ന് ഈ ഒരു ഹൈയിലേക്കാണ്. സോ അതിൻ്റെ താഴെ പ്രൈസ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, CSD കൺസിഡർ ചെയ്തിട്ട് ട്രേഡ് എടുക്കാം. ആൻഡ് നമുക്ക് ഇവിടെ ക്ലിയർ ആയിട്ട് ഒരു FVG ഇൻവേർഷനും ഉണ്ടായിരുന്നു ഈ ഒരു ഏരിയ. ഇവിടെ നമുക്കൊരു ബുള്ളിഷ് FVG ആണ് നമുക്കിവിടെ ഉണ്ടായത്. ഓക്കെ, സോ ആ ഒരു FVG നമുക്ക് എന്ത് ചെയ്യാം, ഇൻവേഴ്സ് ആയി കഴിഞ്ഞാൽ
അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, കൺഫർമേഷൻ, അതും ഒരു കൺഫർമേഷനാണ്. ഓക്കെ, നമ്മൾ CASD പ്ലസ് FVG ഇൻവേർഷൻ രണ്ടും കൂടി ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് A+ കൺഫർമേഷനാണ്. സോ നമുക്കിവിടെ നോക്കാം. ഇവിടെ നമുക്ക് FVG ഇൻവേർഷൻ കിട്ടി, പക്ഷേ CASD ആയിട്ടില്ല. സോ നമുക്ക് ഈ ഒരു കേസിൽ വെയിറ്റ് ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് കാണാൻ പറ്റും പ്രൈസ് എന്ത് ചെയ്തു, നമുക്ക് ഈ ഒരു പോയിന്റിൽ CASD കൺഫർമേഷൻ തന്നു. ഓക്കെ, CASD കൺഫർമേഷൻ തന്നു. ഇത് നമുക്ക് ബിയറിഷ് FVG ഇൻവേർഷൻ. ഓക്കെ, ഇവിടെ നമുക്ക് രണ്ടും എന്ത് ചെയ്തു, കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഷോർട്ട് ഫ്രം ഈ ഒരു IFVG എന്നോ അല്ലാന്നുണ്ടെങ്കിൽ CASD എന്നോ രണ്ടിന്ന് ട്രേഡ് എടുത്തു കഴിഞ്ഞാലും ഓക്കെയാണ്. ഓക്കെ, സോ നമുക്ക് സ്റ്റോപ്പ് ലോസ് എബോവ്. ഓക്കെ, ആൻഡ് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ലോ, നമ്മളെ 3 ATM ലോ ആൻഡ് 4 hour CRT ലോ, ഇങ്ങോട്ടേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ടാർഗറ്റ് ചെയ്യാം. ഓക്കെ, ഓക്കെ, സോ നമുക്ക് കാണാൻ പറ്റും പ്രൈസ് ആ ഒരു ഏരിയ ടെസ്റ്റ് ചെയ്ത ശേഷം അവിടുന്ന് നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു റിജക്ഷനാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അഗെയിൻ നമുക്ക് കാണാൻ പറ്റും. ലെറ്റ്സ് സീ. പ്രൈസ് എന്ത് ചെയ്തു, ATM ലോ ടാർഗറ്റ് നമുക്ക് ഓൾറെഡി ഇവിടെ റീച്ച് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് 4 hour CRT ലോയും പ്രൈസ് എന്ത് ചെയ്തു, ടേക്ക് ഔട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ആക്ച്വലി നമ്മൾ കഴിഞ്ഞ ദിവസം യൂറോയിൽ എടുത്തിട്ടുണ്ടായിരുന്ന ഒരു CRT ട്രേഡ്. നമുക്ക് രണ്ടും വന്നിട്ടുണ്ട്, 4 hour CRTയും അതുപോലെ 1 hour CRTയും ഇവിടെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് നമ്മുടെ കീ ലെവലായിട്ടുണ്ടായിരുന്നത് നമുക്ക് ഓൾഡ് ഹൈ അല്ലെന്നുണ്ടെങ്കിൽ വളരെ മുന്നുണ്ടായിരുന്ന ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റിയാണ് നമുക്ക് ഇവിടെ കീ ലെവലായിട്ടുണ്ടായത്. ഓക്കെ, സോ അവിടെ നമ്മൾ എന്ത് ചെയ്തു, അടുത്തൊരു ലോ ടാർഗറ്റ് ചെയ്തു. ഓക്കെ, സോ ഒരു ട്രേഡ് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ സിമ്പിളാണ് ആക്ച്വലി CRT ട്രേഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കുറച്ച് സമയം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്താൽ മതി. ആക്ച്വലി നമുക്ക് ഈ ഒരു സ്കില്ല് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, ബാക്കിയുള്ളത് പോലെയല്ല, നമുക്ക് ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു അപ്രോച്ചാണ് ഇവിടെ വരുന്നത്. ഓക്കെ, ലൈക്ക് ഒരു പക്ക റൂൾ ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ കാര്യങ്ങൾ നോക്കുന്നത്. ഓക്കെ, ഒരു സ്പെസിഫിക് ടൈം വിൻഡോയിലാണ്, എസ്പെഷ്യലി നമ്മൾ ATM CR ഒക്കെ ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1 hour 1.5 hour ടൈമേ ആകെ സ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാ കാര്യത്തിലും നമുക്കൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു കാര്യങ്ങളുണ്ട് ഫോളോ ചെയ്യാൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ടൊന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്യുക, സെയിം രീതിയിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്ത് പോയാൽ മതി. ഓക്കെ, സോ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്ത് ക്ലിയർ ചെയ്യുക. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഓൾ, ബൈ.